അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശംസയും സ്നേഹവും ഞാൻ പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായും ദൈവവചനം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ദൈവകൃപയുടെ സമൃദ്ധമായ മഞ്ഞും മഴയും വർഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തി വച്ച സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതലുള്ള വചനങ്ങളിലെ ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ മുഴുവൻ എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ഒരന്ധനെ കുറേ പേർ കൊണ്ടുവന്ന് ഈശോയുടെ അടുത്ത് അവനെ സുഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അവനെ സുഖപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞ ഉത്തരമാണ് ഞാൻ നിങ്ങൾക്കായി വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാൻ നിൽക്കുന്നത്. അവൻ പറഞ്ഞ ഉത്തരം, ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നുണ്ട്? മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണുന്നുണ്ട്. മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണുന്നുണ്ട് എന്ന വാക്കാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. മനുഷ്യനെ എങ്ങനെ കാണണം? മനുഷ്യനായി തന്നെ കാണണം. ശരിയായി കണ്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളെ മുഴുവൻ തകിടം മറിച്ച് കളയും. ഇന്ന് നിങ്ങളും ഞാനും പലരുമൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ പലപ്പോഴും സന്തോഷം അനുഭവിക്കാത്തതും ജീവിതത്തിൽ വിജയം ഉണ്ടാകാത്തതിന് കാരണമൊക്കെ പലപ്പോഴും നമ്മുടെ വികലമായ കാഴ്ചകളാണ്. അതായത് കാഴ്ചപ്പാടുകളാണ്, ജീവിതത്തിൻ്റെ ദർശനങ്ങളാണ്. കണ്ണിൻ്റെ കാഴ്ചയല്ല, മനസ്സിൻ്റെ കാഴ്ചകളൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന അതിനർത്ഥം. ഇന്ന് സമൂഹത്തിൽ ഒരു കൺസ്യൂമറിസം കയറി വന്നിരിക്കുക. ഉപകാരമുള്ളതിന് മാത്രമേ വിലയുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുക. പലപ്പോഴും സമൂഹത്തെ കാണുമ്പോഴൊക്കെ ഓർക്കും, വലിയ ഉപകാരമില്ലാത്ത ആളുകളൊന്നും ആര് കാര്യവും പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശേഷിയും കൃപകളും കഴിവുകളും കുറഞ്ഞു പോയ ആളുകളൊക്കെ ഇങ്ങനെ മൂലയ്ക്കോട്ട് മാറ്റപ്പെടുക. കാരണം അവരെ കൊണ്ട് വലിയ ഉപകാരമില്ല. മനുഷ്യനെ മരങ്ങളെപ്പോലെ കണ്ടു തുടങ്ങിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കാൻ പറ്റുമോ ചെയ്യും. ഒരു ബിസിനസ് കണ്ണോട് മാത്രം ആളുകൾ കാണുന്നുണ്ട്. ചില ആളുകൾ ബന്ധപ്പെടുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ അങ്ങനെയാണ്. അവർക്ക് ബന്ധങ്ങളൊക്കെ എന്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അല്ലാതെ മറ്റ് ബന്ധങ്ങൾക്ക് വേണ്ടിയോ നിലനിൽപ്പിന് വേണ്ടിയോ ബന്ധങ്ങൾ ഇപ്പോൾ സ്ഥാപിക്കുന്നില്ല. അതായത് ഉപകാരം ഉണ്ടെങ്കിലേ ഉള്ളൂ ബന്ധം. ഉപകാരമില്ലാത്തതൊക്കെ തള്ളിക്കളയുക. താൽക്കാലിക ലാഭത്തിൻ്റെയും
താൽക്കാലിക നേട്ടത്തിൻ്റെയും ഭാഗം മാത്രമായി മനുഷ്യനെ കാണുകയും കൊണ്ടടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉപകാരമില്ലെങ്കിൽ കളയുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണുന്ന എത്രയോ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ പ്രായമായ അപ്പന്മാരും അമ്മമാരും ഒക്കെ ഉപകാരമില്ലാതെ ആകുന്നു എന്നറിയുമ്പോൾ അവർ നിഷ്കരണം തള്ളപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് എത്രയോ വൃദ്ധസദനങ്ങളുണ്ട്. ഈ വൃദ്ധസദനങ്ങളിലൊക്കെ എത്രയോ അപ്പന്മാരും അമ്മമാരും ഉണ്ട്. ഇന്ന് കേരളത്തിൽ ധാരാളം കുടുംബങ്ങൾ പ്രായമായ അപ്പനമ്മമാരെ നോക്കുന്നവരുണ്ട്. അവരെ അംഗീകരിച്ചുകൊണ്ട് പറയാം. ചില കുടുംബങ്ങളിലൊക്കെ അപ്പനും അമ്മയും ഒക്കെ ഇന്ന് ശല്യമായി മാറുക. കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിക്കുക, ചെറുക്കന് അപ്പനും അമ്മയും ഉണ്ടോയെന്ന്. മുതുക്കനും മുതുക്കും ഉണ്ടോ? ഞാൻ എന്നെ അങ്ങോട്ട് കെട്ടിക്കണ്ടെന്ന് പറയുന്ന പെൺപിള്ളേരാ ഭൂരിപക്ഷം പേരും. നോക്കാൻ കഴിയല്ല. അത് മാത്രമല്ല, അതൊരു ശല്യമാണ്. ചിന്തിക്കുക. ചിലപ്പോഴൊക്കെ ഞങ്ങളെപ്പോലെ വൈദികരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. അച്ഛാ, ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെന്നെ ഓർമ്മയില്ലേ? കണ്ണ് ശരിക്കും പിടിക്കുന്നില്ല കുഞ്ഞെ. അച്ഛാ, ഞാൻ മാളിയേക്കൽ ജോസഫിന്റെ മകനാ, ജസ്റ്റിൻ ജോസഫ്. ഓർമ്മയുണ്ടോ? അച്ഛാ, അച്ഛൻ പണ്ട് പരിയാരത്ത് വികാരിയായിരുന്നപ്പോ ഞാൻ അവിടുത്തെ ഓൾട്ടർ ബോയ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് നീ വീഞ്ഞ് കട്ടുകുടിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല. ഭയങ്കര ഓർമ്മയാണല്ലോ. ചിലതൊന്നും മറക്കാൻ പറ്റത്തില്ല. എന്തൊരു ചുമയാ. അങ്ങനെ കുഞ്ഞെ, വയസ്സായില്ലേ. ചിലരൊക്കെ കൂട്ടുകാരായി ഉണ്ടാവും. അച്ഛനിപ്പോൾ എവിടെയാ? ഞാൻ അറിഞ്ഞത് അച്ഛൻ മോഹൻചേട്ടന്റെ കൂടെയാ താമസം എന്നാണല്ലോ. ആയിരുന്നു. ഇപ്പോൾ അവിടെയല്ല. അച്ഛൻ്റെ അനിയനല്ലേ മോഹൻചേട്ടൻ? അവിടെ സ്വന്തം മുറിയുണ്ടെന്ന് കേട്ടായിരുന്നല്ലോ. അതൊക്കെ ഒരു കഥയാ കുഞ്ഞെ. പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ച പ്ലാവില ചിരിക്കും. പക്ഷെ ഈ പച്ച പ്ലാവിലേക്കും നാളെ ഇത് തന്നെയാ അനുഭവമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? മോൻസേ, റിട്ടയർഡ് ആവുമ്പോ ഞാൻ നിന്റെ കൂടെ അങ്ങ് കൂടിയാലോ എന്ന് വിചാരിക്കുക. സന്തോഷം അച്ഛാ. ഒന്നുമില്ലേലും അച്ഛൻ എന്റെ ചേട്ടനല്ലേ, അതെനിക്ക് മറക്കാൻ പറ്റുമോ? നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്റെ അച്ഛോ, അച്ഛാമ്മ വരച്ച വരെ നിൽക്കും. പക്ഷെ എവിടെ വരയ്ക്കണമെന്ന് അവള് തീരുമാനിക്കും. നീ എന്താടാ ഈ പിറുപിറുക്കുന്നത്? ഓ, ഞാനൊരു ആത്മകഥം പറഞ്ഞതാണ്. എന്തുവാടാ? അച്ഛൻ വരുന്നത് അച്ഛാമ്മയ്ക്കും പിള്ളേർക്കും സന്തോഷമാവുമെന്ന് പറയായിരുന്നു. അല്ലേലും അവൾക്ക് എന്നെ വലിയ കാര്യമാ. ആ, കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയുള്ളൂ. എന്നാടാ മേലോട്ട് നോക്കിയിരിക്കുന്നത്? അല്ല, ഫാനിന് നല്ല സ്പീഡ്. ഭർത്താവേ. ആ പിന്നെ, നീ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആ തെക്കേ ഭാഗത്തെ മുറി മതി എനിക്ക്. ആയിക്കോട്ടെ. ഇത് 2 ലക്ഷം രൂപയുണ്ട്. നീ ഇത് കൊണ്ടുപോയി അവിടേക്ക് വൃത്തിയാക്ക്. അപ്പം നല്ല വരുമാനമാണല്ലേ? അതൊന്നുമല്ലടാ, ഇത്രയും കാലം ഞാൻ മിച്ചം പിടിച്ചുണ്ടാക്കിയതാ. പിന്നെ പീസ് ഹോമിൽ പോവാൻ വയ്യ. ശിഷ്ടകാലം എൻ്റെ അനുജൻ്റെയും ഭാര്യയുടെയും അവരുടെ മക്കളുടെയും കൂടെ ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അച്ഛനച്ഛാമ്മനെ അറിയാത്തതുകൊണ്ടാ. അച്ഛനെ അവള് പൊന്നുപോലെ നോക്കും. പൈസ തീരുന്നവരെ നോക്കുമായിരിക്കും. നീ എപ്പോഴും എന്തായി പിറുപിറുക്കുന്നേ? ആ, നീ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വെടുപ്പാക്ക്.
എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു? റിട്ടയറായി ഞാൻ അങ്ങോട്ട് താമസം മാറ്റി. ആദ്യമൊന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു. എന്റെ കയ്യില് ബാക്കിയുണ്ടായിരുന്ന കാശ് ഞാൻ അവന് കൊടുത്തു. എന്നിട്ട് എന്തു പറയാനാ, അച്ചാമ്മയുടെയും മക്കളുടെയും സ്വഭാവം. എനിക്കിനി ഇത് ചുമക്കാൻ പറ്റില്ല. പതുക്കെ പറയടി, അച്ഛൻ അപ്പുറത്തുണ്ട്. കേട്ടാലും വേണ്ടില്ല, വെച്ചും വിളമ്പി എനിക്ക് മടുത്തു. ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ സന്ദർശകരും കൂടി വന്നു. അവർക്കൊക്കെ വെച്ചുണ്ടാക്കി കൊടുത്തു. അവളും അടുത്താണ്. മോൻസേട്ടൻ എന്താ പറഞ്ഞേ? അവരെന്തെങ്കിലും എന്നോട് പറയുമോ? ഞങ്ങള് രക്തബന്ധമാ കൊച്ചനെ. ഈ ചുമ കൂടി കൂടി വന്നു. ആ ഒരു ദിവസം എന്റെ ചങ്ക് പൊടിഞ്ഞു പോയി. ഡാഡി, ഇത് ശരിയാവത്തില്ല. ഞങ്ങൾക്ക് പഠിക്കാനുള്ളതാ. മോനെ, ഡാഡി എന്താ ചെയ്യുക? അതൊന്നും ഞങ്ങൾക്കറിയില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോണം. ഇതെന്താടാ, വല്ല പൂച്ചാൻ പറ്റിയാണോ പലയിടത്തും കൊണ്ടുപോയി കളയാൻ? ഓ, എന്തൊരു ശരിക്കേടാ. ഈ നശിച്ച ചുമ കാരണം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പതുക്കെ പറയടാ, അച്ഛൻ കേൾക്കും. കേൾക്കട്ടെ, പിള്ളേര് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ആ പ്രീസ്റ്റ് ഹോമിൽ കൊണ്ടുചെന്ന് ആക്കാൻ നോക്ക്. അച്ഛാ, പിള്ളേര് പറഞ്ഞൊന്നും കാര്യമാക്കണ്ടെന്നേ. അച്ഛാ, അച്ഛന് വിഷമമായല്ലേ? അതൊന്നും സാരമില്ല കുഞ്ഞെ. അവര് പറഞ്ഞതിലും തെറ്റൊന്നുമില്ലല്ലോ. എനിക്ക് പോകാൻ ഒരു പ്രീസ്റ്റ് ഹോമെങ്കിലും ഉണ്ട്. പക്ഷേ നമ്മുടെ വയസ്സായ
അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവരുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ആ പാവങ്ങളെ മക്കള് നോക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ പോകും? സഹിക്കാതെ എന്താ ചെയ്യുക? എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നാൻ പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ ചവിട്ടി പുറത്താക്കുന്നവരൊന്നും ഗുണം പിടിക്കില്ല കുഞ്ഞെ. ബലമൊക്കെ പോയി എത്രയും വേഗം കർത്താവിന്റെ അടുത്ത് എത്തണം. എന്നെയാ പള്ളി വരെ നാക്കിക്ക്. ഈയിടെ എനിക്കറിയാവുന്നൊരു അച്ഛൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അച്ഛൻ ആ കാലഘട്ടങ്ങളിൽ അച്ഛന് ശുശ്രൂഷ ഉണ്ട്, എവിടെ നിന്നൊക്കെ കിട്ടിയ കൊച്ചു കൊച്ചു പൈസയൊക്കെ ഉണ്ട്. അത് അച്ഛന് അവസാന കാലഘട്ടങ്ങളിൽ വളരെ സ്നേഹപൂർവ്വം കൊണ്ടുവരുന്നൊരു അനിയനും വീട്ടുകാരുമുണ്ട്. ഈ അനിയനും എല്ലാം കൊടുത്തു. അച്ഛന് പുറത്ത് ജോലി ചെയ്ത അച്ഛനാണ്, പുറമേയൊക്കെ ജോലിക്ക് പോയ അച്ഛനാണ്. അച്ഛൻ സമ്പാദ്യം ഉണ്ടായിരുന്നൊക്കെ അനിയന് കൊടുത്തു. ആ വീടിനോട് ചേർന്ന് മുറിയൊക്കെ പണി കഴിപ്പിച്ചു. അവിടെ അച്ഛന് വാർദ്ധക്യത്തിൽ അവിടെ പോയി താമസിക്കാം. വയസ്സായ അച്ഛന്മാർക്ക് താമസിക്കാൻ വൃദ്ധ വയോജന വൈദിക മന്ദിരങ്ങളുണ്ട്, അവിടെ താമസിക്കുന്നില്ല. എൻ്റെ വീട്ടുകാരെന്നെ നോക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി താമസിച്ചു. അച്ഛന് വലിയ അസുഖമൊന്നുമില്ല, അത്യാവശ്യം പൈസ കയ്യിലുണ്ട്, ഇത്രയൊക്കെ പൈസ നിക്ഷേപമുണ്ട്, അതിൻ്റെ പലിശയൊക്കെ വീട്ടിൽ കിട്ടും. ഇവർ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കാനും ഒരു കുറച്ച് നാൾ മുന്നോട്ട് പോയപ്പോൾ അച്ഛനെ രോഗമായിക്കുകയും പിന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരുന്നു. ചിലപ്പോഴൊക്കെ വീടൊക്കെ കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്നു. ചില ആളുകളൊക്കെ വന്നു പോകുന്നു. ഇങ്ങനെയായപ്പോൾ പതുക്കെ ഈ വീട്ടുകാർക്ക് അച്ഛനൊരു ശല്യമാകാൻ തുടങ്ങി. വീട്ടിൽ നിൽക്കുന്ന അനിയൻ്റെ ഭാര്യയും കുടുംബവും പറയാൻ തുടങ്ങി, ഓ എന്തോ ഒരു വിരുന്നുകാര, എല്ലാവർക്കും വെച്ച് വിളമ്പി ഞങ്ങൾ മടുത്തു. അല്ലെങ്കിൽ സ്നേഹമുള്ള അനിയൻ ഒരിക്കൽ തള്ളിക്കളഞ്ഞില്ലെങ്കിലും മറ്റു പലരും പറയും എന്തൊരു ശല്യമാവും, വല്ല വൃദ്ധമന്ദിരത്തിൽ പോയി താമസാ പോരെ. ഒരിക്കൽ രാത്രിയിലെന്നോ അച്ഛന് അമിതമായ ചുമയും ക്ഷീണവും കാര്യങ്ങളും വന്ന് ഈ അനിയൻ്റെ മക്കൾ അപ്പുറത്തെ മുറി കിടന്ന് പറഞ്ഞു, ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയല്ല. പപ്പയുടെ എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഈ ശല്യത്തിൽ നിന്ന് കൊണ്ടുവരണമെന്ന്. പപ്പ എന്തിനാ ശല്യം കെട്ടിച്ചെന്ന് വന്നതെന്ന്. അത് തന്നെ വലിയൊരു ആഘാതമായ ഷോക്കായി. പിറ്റേ ദിവസം തന്നെ ആ അച്ഛൻ അവിടെ തിരിച്ച് വൃദ്ധമന്ദിരത്തിൽ പോയി എന്നാണ് കഥയുടെ ബാക്കി ഭാഗം. അതായത് പണമുള്ള കാലത്ത്, സ്ഥാനമാനമുള്ള കാലത്ത് സ്വീകരിക്കാനും കൊണ്ടുനടക്കാൻ അനവധി പേരുണ്ട്. ഇതൊന്നും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ആരുമില്ല കൂടെ കൊണ്ടുനടക്കാൻ, ആരുമില്ല സ്വീകരിക്കാൻ, ആരുമില്ല സ്വന്തമെന്ന് പറയാൻ. അതായത് കാലഘട്ടത്തിൻ്റെ ഒരു ബിസിനസ് മറ്റീരിയലിസ്റ്റ് കാഴ്ചപ്പാട് കടന്നു വരിക. പ്രിയപ്പെട്ട, എന്താണ് ആത്മീയത? ദൈവത്തിൻ്റെ മനസ്സെന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് ഏത് വാർദ്ധക്യത്തിലും ഏതവസ്ഥയിലും അവനെ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം ബെത്സേദ കുളക്കരയിൽ രോഗിയായി കിടക്കുന്ന കഥ ഞാൻ വായിക്കാറുണ്ട്. വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അനുഭവത്തിൽ ഓർക്കും, 38 വർഷമായി കുളക്കരയിൽ കടന്നവനെന്ന്. ആ കുളത്തിൻ്റെ പ്രത്യേകത എന്താ? മാസത്തിലൊരിക്കൽ ഈ കുളത്തിൽ ഇറങ്ങിയ ഒരു മാലാഖ വെള്ളം ഇളക്കും. വെള്ളം ഇളകിക്കഴിഞ്ഞിട്ട് ആദ്യം ഇറങ്ങുന്ന ഏതൊരു വ്യക്തിയായാലും അവൻ്റെ എന്ത് അസുഖമായാലും സുഖപ്പെടും. അതായത് മാസത്തിലൊരിക്കൽ ഒരു രോഗശാന്തി ഗ്യാരണ്ടിയുള്ള ധ്യാനകേന്ദ്രമാ കുളക്കര. പക്ഷേ ഈ മനുഷ്യൻ ഈ കുളത്തിൻ്റെ കരയിലാണ് 38 വർഷം കിടന്നത്. അതിനർത്ഥം എന്താ? ഇയാൾ വന്നതിന് ശേഷം 456 പ്രാവശ്യം കുളവിളകി. 1, 2, 3 പ്രാവശ്യമല്ല, 456 പ്രാവശ്യം കുളവിളകിയിട്ടും എന്തുകൊണ്ട് ഇയാൾക്ക് സൗഖ്യം കിട്ടിയില്ല? പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിൽ 12 പേര് സുഖപ്രാവശ്യം എങ്ങനെയും പോകും? ഇയാൾക്ക് ശേഷം വന്നവരും ഇയാൾക്കൊപ്പം വന്നവരും എത്രയോ പേര് സുഖം പ്രാപിച്ചു പോയി. എന്നിട്ട് ഇയാൾ ഇന്നിങ്ങനെ രോഗിയായി കിടക്കുക. ഈശോ ചോദിച്ചു, നിനക്കെന്തേ സുഖം പ്രാപിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ വളരെ കണ്ണീര് ചാലിച്ചൊരു ഉത്തരമുണ്ട്, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല. അതായത് എനിക്കാരുമില്ല കർത്താവേ.
അതായത് ഞാനിങ്ങനെ ചിന്തിക്കും, ഒരു കാലത്ത് ആരോഗ്യമുള്ള കാലത്ത്, സൗന്ദര്യമുള്ള കാലത്ത്, പണമുള്ള കാലത്തൊക്കെ എത്രയോ പേര് ഇയാൾ കൂടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു വണ്ടി ആക്സിഡൻറ്റ് പെട്ട് അരയ്ക്ക് താഴത്ത് നടന്നുപോയ മനുഷ്യരായിരിക്കാം. അയാൾക്ക് ആരോഗ്യമുള്ള കാലത്തും സൗന്ദര്യമുള്ള കാലത്തും പണമുള്ള കാലത്തും കൂടെ നിൽക്കാൻ അപ്പനുണ്ടായിരുന്നു, ആങ്ങളമാരുണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരിക്കാം, ആരെങ്കിലും ഉണ്ടാകും. ഇന്നൊന്നും പറ്റാതെ കിടക്കുമ്പോൾ ആരുമില്ല. ഒരൊറ്റ ഒരാളെങ്കിലും അടുത്ത് വന്നിരുന്നെങ്കിൽ, ഒരു മാസം കണ്ണുമിക്കാതെ കൊടുത്തേക്ക് നോക്കിയിരുന്നിരുന്നെങ്കിൽ അയാൾ സുഖം പ്രാപിച്ചു പോയേന്. പ്രിയപ്പെട്ടവരെ, അതായത് ജീവിതത്തിൽ ഉപകാരമില്ലാത്തതെല്ലാം പുറന്തള്ളപ്പെടുക, ഒരു ഡിസ്പോസിബിൾ കൾച്ചർ എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ. പ്ലാസ്റ്റിക് കപ്പിൻ്റെ അകത്ത് ചായ കുടിച്ച്, അല്ലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് ചായ കുടിച്ചിട്ട് അത് വലിച്ചെറിയുന്ന ലാഘവത്തോടെയാണ് പല ജീവിതങ്ങളെയും കടത്തിവിടുന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇന്ന് ഉപകാരമില്ലാത്തതിനൊക്കെ തള്ളിക്കളയുന്നൊരു കണ്ണ് ആളുകൾക്കുള്ളത്. ഉപകാരമുള്ളതിനെ വേണം, ഉപകാരമുള്ളിടത്തോളം സമയം വേണം. ഏത് പ്രധാനപ്പെട്ട വ്യക്തിയായാലും ഉപകാരമുള്ള കാലത്ത് കൂട്ടി കുറേ കഴിഞ്ഞ് ഉപകാരമില്ലേ അതിനുപേക്ഷിക്കും. മരത്തെ പോലെ കണ്ടാതാ പ്രശ്നം. ഒരു മരം പണിത് വരുമ്പോൾ മരം ഇങ്ങനെ അറുത്ത് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ എടുത്തു, ബാക്കി പുറകോട്ടെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളെയൊക്കെ അടുപ്പിലേക്കും വിറകിനെ വിടുന്നത്. നല്ലൊരു ഉപകരണം ഉണ്ടാക്കാൻ പറ്റാത്തൊക്കെ ഉളി കൊണ്ടൊക്കെ ചെത്തി മാറ്റും, ഷെയ്പ്പ് എടുത്താൻ വേണ്ടി ചിന്തയിലിട്ട് ലെവലാക്കും, ചിലതൊക്കെ കൊത്തി അടത്തിക്കളയും. അതായത് ഉപകാരമില്ലാത്തതിനെല്ലാം തള്ളിക്കളയാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുക. ഇന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, പല ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും പരാജയപ്പെട്ടു പോകാനുള്ള കാരണം ഈ ഒരു ബിസിനസ് കണ്ണോടെ കാണുന്നതുകൊണ്ടാണ്. ഓസ്ട്രേലിയ ജോലിയുള്ള പെണ്ണിന് ഓസ്ട്രേലിയ ജോലിയുള്ള ഇറക്കണേ തന്നെ നോക്കി, ഇവൻ്റെ സ്വഭാവം ചേരുമോ, മനോഭാവം ചേരുമോ, പേഴ്സണൽ ജീവിതത്തിൽ പണം ഉണ്ടാക്കുക, ഒന്നിച്ചു പോകാം, ഒരേ നാട്ടിൽ ജീവിക്കാം. അതായത് ഒരു ബിസിനസ് കണ്ണോടെ കാണുന്നത്, അല്ലാണ്ട് ഇവരുടെ സ്വഭാവങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. അല്ലെങ്കിൽ സൗദി അറേബ്യ ജോലിയുള്ള ചെറുക്കന് സൗദി അറേബ്യ തന്നെ ജോലിയുള്ള പെണ്ണും അങ്ങനെ തപ്പി വരുമ്പോൾ മാനസികമായി ഒരു പൊരുത്തമില്ലാത്തതും വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ലാത്ത ചിലപ്പോഴേക്ക് ചേർന്ന് പോകുന്നത്. പിന്നെ എന്നും ജീവിതകാലം അടി, യുദ്ധവും, വഴക്കേയും. അതായത് ചേർക്കാതെ ലാഭം ഏതാണെന്ന് നോക്കുന്നത്. ഏത് ചേർന്നാലാണ് ലാഭം? ചിലത് നിർബന്ധിച്ച് ചേർക്കാം ലാഭത്തിന് വേണ്ടി, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെ ചിലതൊക്കെ ചേർത്ത് വെക്കും, അവസാനം പരാജയപ്പെട്ടു പോകും. ഇന്നൊക്കെ ചിലപ്പോഴൊക്കെ കേരള സംസ്കാരത്തിൽ ജോലിയുള്ള ചെറുക്കനെ മതി, ജോലിയുള്ള പെണ്ണിനെ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് കയറി വരിക. ഗ്രാമങ്ങളിലൊക്കെ ഒത്തിരി കുടുംബങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൺകുട്ടികളുമൊക്കെ പലപ്പോഴും 30 വയസ്സായിട്ടും വിവാഹം കഴിക്കാൻ എന്ത് പോകുന്നത്. കാരണം അവനൊരു +2 ഒക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അവൻ നല്ല റബ്ബറൊക്കെ വെട്ടിയോ നല്ല കർഷകനായി പണിയെടുത്ത് ജീവിക്കാം, അവൻ്റെ പറമ്പിൽ നിന്നും പാടത്തു നിന്നും അവൻ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ജോലിയില്ല. ഒരു ജോലിക്കാരന് 10,000 രൂപയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ പയ്യൻ്റെ പറമ്പിലെ റബ്ബർ മരത്തിൽ നിന്ന് ഒട്ടുപാല് പൊളിച്ച് വിൽക്കുന്ന കാശ് അതിനേക്കാളും കൂടുതലാണ്. പക്ഷേ അവന് ജോലിയില്ല, അതുകൊണ്ട് അവനെ വേണ്ട. മറിച്ച് 12,000 രൂപ ശമ്പളമുള്ളെന്ന് പറഞ്ഞാൽ അവന് അവൻ്റെ വണ്ടിയുടെ ലോൺ അടയ്ക്ക് 4,000 രൂപയും അവൻ ഫോൺ വിളിച്ച് 2,000 രൂപയും അവൻ്റെ ഭക്ഷണത്തിൻ്റെ 4,000 രൂപയും കഴിഞ്ഞാൽ അവന് 5 പൈസ മിച്ചം ഉണ്ടാക്കിയത്. എന്നാലും അവനെ മതി, കാരണം ജോലി ഒരു വലിയ ഗ്ലാമറായി നിൽക്കുക. അതായത് നന്മകളിലേക്കോ ഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്കോ ഒന്നും അല്ല നോട്ടം, ഭൗതികമായ ലാഭങ്ങളിലേക്കാണ് നോട്ടം. ഈ ഭൗതികമായ ലാഭങ്ങളും സുഖങ്ങളും ഒക്കെ നോക്കുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ മധുരങ്ങളൊക്കെ നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ഇന്ന് ചിലപ്പോഴൊക്കെ താൽക്കാലിക ലാഭങ്ങളുടെ പേരിൽ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് അന്ധതയാണ്. ഈ അന്ധതയാണ് മാറേണ്ടത്. ഇത് കണ്ണിൻ്റെ അന്ധതയല്ല, മനസ്സിൻ്റെ അന്ധതയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു എല്ലാ കാലത്തും ഏതൊരു വ്യക്തിയെയും അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിച്ചത്. 99 ആട് ഇവിടെ നിൽക്കുമ്പോൾ ഒരാട് ഓടിപ്പോയാൽ, ഈ ഒരാടിനെടുക്കാൻ പോയാൽ കുറുക്കൻ വന്ന് 99 രണ്ടെണ്ണെ പിടിച്ച് കൊന്നെങ്കിലോ? 2-3 കുറുക്കൻ കൂട്ടം വന്നിട്ട് ഈ 99 ആടിനെ ഓടിച്ച് വഴിമാറ്റി കളഞ്ഞെങ്കിലോ? പക്ഷേ എന്താണ് നല്ലയിടയും ചിന്തിച്ചത്? എനിക്ക് ഈ നഷ്ടപ്പെട്ടു പോയ, അകന്നു പോയ ഒരു ആട് പ്രധാനപ്പെട്ടതാണ്. അതായത് ആ വ്യക്തി പ്രധാനപ്പെട്ടതാണ്. ഇന്നെനിക്ക് ലാഭമുള്ളതിനെ മാത്രമല്ല നോക്കേണ്ടത്, ഇന്നെനിക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് മാത്രമല്ല നോക്കേണ്ടത്, ഏത് വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്. അതായത് പ്രിയപ്പെട്ടവരെ, മനസ്സിൽ എല്ലാവരെയും ലാഭത്തിന് വേണ്ടി മാത്രം നോക്കിക്കാണുന്ന
വികലമായ കാഴ്ചപ്പാടുകൾ വളർത്തരുത്. അത് വ്യക്തിയായാലും സമൂഹമായാലും കുടുംബമായാലും നമ്മൾ ആളുകളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കേണ്ടത്, അല്ലാതെ അവരുണ്ടാക്കുന്ന ലാഭങ്ങളിലേക്ക്. കയ്യിലെ മോതിരവും കഴുത്തിലെ മാലയും കാതിലെ കമ്മലും ഇട്ടിലേക്ക് ഡ്രസ്സിൻ്റെ ഉളപ്പും ഇത് മാത്രം നോക്കി ലാഭമാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഈ വലിയ തുക സ്ത്രീധനം കേട്ടും വലിയ ആർഭാടങ്ങളൊക്കെ നോക്കി വലിയ സ്വത്തിന് വേണ്ടിയൊക്കെ കെട്ടുന്ന പല കല്യാണങ്ങളുമൊക്കെ ഇന്ന് പരാജയപ്പെട്ടു പോകുന്നത്. കാരണം അവർ പുറം ലാഭങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്. നമുക്ക് വ്യക്തികളെ കാണണം, അവരായിരിക്കുന്ന പോലെ കാണണം. കുറവുള്ളവരും പോരായ്മയുള്ളവരുണ്ട്, പക്ഷേ അവരെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾക്ക് വിശാലത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം കരുണയുടെ വർഷത്തിൽ അവശരെയും രോഗികളെയും ദരിദ്രരെയും പീഡ അനുഭവിക്കുന്നതിലൊക്കെ കാണാൻ കണ്ണുണ്ടാകണമെന്നൊക്കെ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം, കർത്താവേ എൻ്റെ കണ്ണിന് കാഴ്ച തെളിച്ചു തരണമേ എന്ന്. മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണുന്ന, എനിക്ക് ലാഭം ഉണ്ടാക്കാൻ മാത്രമാവുന്ന ഉപകരണങ്ങളെ കാണുന്ന വികലമായ കാഴ്ചപ്പാടുകൾ, അന്ധതയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാണ് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ദിവ്യകാരുണ്യനാഥ, അന്ധൻ്റെ കണ്ണുകളിൽ ചെളി പൂശി അവന് കാഴ്ചയും ബലവും കൊടുത്ത കർത്താവേ, ഞങ്ങളുടെ വികലമായ കാഴ്ചപ്പാടുകളെ അങ്ങ് മായ്ച്ചു തരണമേ. ഏതൊരു വ്യക്തിയെയും അവൻ്റെ ആന്തരിക ചൈതന്യത്തോടെ കാണുവാനുള്ള ചൈതന്യവും ബലവും നൽകണമേ. മനസ്സിൻ്റെ അന്ധത, വികലമായ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റാൻ ദിവ്യകാരുണ്യത്തിൽ നിന്നും കതിരും പ്രകാശം അയച്ചു തരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.